2021 മുതൽ തുടങ്ങിയ വിസ, അതായത് കെയർ വിസ, സീനിയർ കെയർ വിസ ഇങ്ങനെയുള്ള വിസയിൽ വളരെയധികം അബ്യൂസ് ആണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനോടനുബന്ധിച്ച് ഹോം ഓഫീസ് വളരെ കർശനമായ ഡീറ്റെയിൽ ആയിട്ടുള്ള അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. UK ഇങ്ങനെ കെയറായിട്ടും കെയർ വിസയിലും സീനിയർ കെയർ വിസയിലും ഒക്കെ വന്നവരുടെ അടുത്തുനിന്ന് വളരെയധികം വലിയ തുക മേടിച്ച് അവരെ ചൂഷണം ചെയ്തതായിട്ടും അവരെ വളരെയധികം തട്ടിപ്പിനിരയായതായിട്ടുമാണ് ഇപ്പോൾ BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും UK ഇങ്ങനെയുള്ള അബ്യൂസുകൾ നടക്കാൻ സമ്മതിക്കുകയില്ല. അങ്ങനെയുള്ള കർശനമായ വിസ നടപടികളും കർശനമായ നിയമങ്ങളുമാണ് ഇവിടെ ഉള്ളത്. ഈ നിയമങ്ങളെല്ലാം മറികടന്നുകൊണ്ട് വളരെയധികം ഏജൻസികളും കെയർ ഹോമുകളും ഒക്കെ കൂടെ കൂടിക്കൊണ്ടാണ് ഈ കാൻഡിഡേറ്റ്സിനെ, അതായത് കെയർ വിസയിൽ വന്നവരെയൊക്കെ, സീനിയർ കെയർ വിസയിൽ വന്നവരെയൊക്കെ വളരെയധികം സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വളരെ കർശനമായ രീതിയിലുള്ള അന്വേഷണം ഇപ്പോൾ ഹോം ഓഫീസ് നടത്താൻ പോവുകയാണെന്നുള്ളതാണ് റിപ്പോർട്ട്. ഇങ്ങനെ തട്ടിപ്പ് നടത്തിയവരെയും ഇങ്ങനെ തൊഴിൽ ചൂഷണം നടത്തിയവരെയും വളരെയധികം അബ്യൂസ് നടത്തിയവരെയും കണ്ടെത്തി കർശനമായ ശിക്ഷ നടപ്പാക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഹോം ഓഫീസ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വളരെയധികം അബ്യൂസ് നടന്നിട്ടുണ്ട്. UK പ്രായമായവരെയും രോഗികളെ സൂക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഈ എംപ്ലോയീസിനെ ഇങ്ങനെ ചൂഷണത്തിന് വിധേയരാക്കിയവർക്ക് എതിരെ കർശനമായ നടപടികൾ ഉണ്ടാകും. ഇങ്ങനെ വളരെയധികം വാഗ്ദാനങ്ങളൊക്കെ നൽകി UK കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാരെ ഇവിടെ വന്നു കഴിയുമ്പം പറഞ്ഞ മാനദണ്ഡങ്ങൾ, പറഞ്ഞ പ്രോമിസുകളൊന്നും പാലിക്കാതെ ഇവരെ വളരെയധികം അബ്യൂസ് ചെയ്തെന്നുള്ള റിപ്പോർട്ടുകളാണ് തെളിവ് സഹിതം BBC പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ അന്വേഷണം നടക്കുന്നതിലൂടെ വളരെയധികം കെയർ ഹോമുകൾക്കും വളരെയധികം ഏജൻസികൾക്കും ഇത് കർശനമായ നടപടികളെ നേരിടേണ്ടി വരും. നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലെ ലോട്ടസ് കെയർ ഹോമിന്റെയും അതുപോലെ തന്നെ അവിടെ ജോലിക്കാരെ സപ്ലൈ ചെയ്ത, അതായത് കെയർ വർക്കേഴ്സിനെ സപ്ലൈ ചെയ്ത മെഴ്സിസൈഡ് കെയർ ഏജൻസിയുടെയും പേരെടുത്ത് പറഞ്ഞാണ് BBC ഈ റിപ്പോർട്ട് വെളിയിൽ വിട്ടിരിക്കുന്നത്. ഇവിടെ വിദേശത്തു നിന്നും ജോലിക്ക് എത്തിയവരിൽ നിന്ന് വൻതോതിൽ പൈസ മേടിച്ചതാണ്. കൂടാതെ തന്നെ ഇവിടെ എത്തിയതിനു ശേഷം അവിടെ വളരെയധികം അബ്യൂസിന് ഇരയാക്കി എന്നുള്ളതാണ് റിപ്പോർട്ട്. അതായത് ഇപ്പൊ ഒരസുഖം വന്നാൽ പോലും അവർക്ക് ലീവ് കൊടുക്കാത്ത ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഈ ലോട്ടസ് കെയർ ഹോമിന്റെ തെളിവ് സഹിതം അവർ പുറത്തുവിട്ടിരിക്കുന്നത്. പനിയോ തലവേദന അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖം വന്നാൽ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ പോലും പാരസെറ്റമോൾ കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് വരാൻ അവരെ ഫോഴ്സ് ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. അതുപോലെ തന്നെ ഏതെങ്കിലും സ്റ്റാഫ് സിക്ക് ലീവ് എടുത്തു കഴിഞ്ഞാൽ ആ നിലവിൽ ജോലിക്കുള്ള ആളെ ഡബിൾ ഡ്യൂട്ടി, ഓവർ ടൈം നിർത്തി ഡബിൾ ഡ്യൂട്ടി ചെയ്യിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കൂടുതൽ സാലറി കാണിച്ച് വിസ കൊടുക്കുകയും അത് കഴിഞ്ഞ് ജോലിക്ക് എത്തുമ്പോൾ ഈ സാലറി ഇവർക്ക് കൊടുത്തതിന് ശേഷം ഇവരുടെ കയ്യിൽ നിന്ന് അവർ പൈസ എടുത്തുകൊണ്ട് തിരിച്ച് എംപ്ലോയറിന് കൊടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള അന്വേഷണം വന്നിരിക്കുന്നത്. ഈ ലോട്ടസ് കെയർ ഗ്രൂപ്പിന് നോർത്ത് ഈസ്റ്റിലും നോർത്ത് വെസ്റ്റിലും ആയിട്ട് 17 കെയർ ഹോമുകളാണുള്ളത്. CQC നടത്തിയ ഇൻസ്പെക്ഷനിൽ ഇതിൽ 5 കെയർ ഹോമുകൾ അവരുടെ റേറ്റിംഗ് വളരെ മോശമാണ്. 5 കെയർ ഹോമുകളുടെ റേറ്റിംഗ് ഒന്നെങ്കിൽ ഇനാഡിക്വേറ്റ് അല്ലെങ്കിൽ നീഡ് മോർ ഇംപ്രൂവ്മെന്റ് എന്നുള്ള ഒരു റേറ്റിംഗ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കെയർ വിസയിൽ എത്തിയിരിക്കുന്ന പലരും കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് ഡബിൾ ഡ്യൂട്ടി ചെയ്യേണ്ട സാഹചര്യം ധാരാളമായി വരാറുണ്ട്. അതുപോലെ തന്നെ ഇവർക്കെതിരായിട്ട് എന്തെങ്കിലും പറയുകയോ റിപ്പോർട്ട് ചെയ്യുകയോ എന്തെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുന്നാൽ അവരെ വിസ ക്യാൻസലാക്കി അല്ലെങ്കിൽ COS റിവോക്ക് ചെയ്ത് ഇവരെ നാട്ടിൽ പറഞ്ഞിരിക്കുന്നുള്ള ത്രെട്ടനിങ് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് ഒരു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഈ ഹെൽത്ത് ആൻഡ് കെയർ മേഖലയിലെ വളരെയധികം ചൂഷണങ്ങളാണ് നടന്നിരിക്കുന്നത്. UK ഒരു കാരണവശാലും എംപ്ലോയീസിനെ ചൂഷണം ചെയ്യാൻ അനുവദിക്കാത്ത ഒരു നിയമമാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളമായി നടന്നിരിക്കുന്നത്. ഇതൊക്കെ എല്ലാവരും അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള എംപ്ലോയീസിന് അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഇവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പേടിയാണ്. കാരണം ഇവരുടെ ജോലി എന്തെങ്കിലും നഷ്ടപ്പെടും, ഇവരെ നാട്ടിലേക്ക് തിരിച്ചയക്കും. അങ്ങനെയുള്ള ഒരു പേടി കാരണം ഇവരാരും റിപ്പോർട്ട് ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നുള്ളതാണ് സത്യം. പക്ഷെ ഇതൊക്കെ ഈ 3-4 വർഷങ്ങളായിട്ട് ഈ കാര്യങ്ങളെല്ലാം സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഏജൻസികളാണെങ്കിലും വളരെയധികം പൈസ മേടിച്ചിട്ടാണ് ഇവർക്കൊക്കെ വിസ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ 3 വർഷത്തെ വിസ ഉള്ളത് റിന്യൂ ചെയ്യണമെങ്കിൽ വീണ്ടും 10,000 പൗണ്ടൊക്കെ മുടക്കേണ്ടതായും വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ വരുന്നത്. ഇംഗ്ലണ്ടിലെ നിയമം അനുസരിച്ച് ജോലിക്കാരെ എടുക്കുന്നതിന് COS ഉൾപ്പെടെ എല്ലാ ചെലവുകളും
എംപ്ലോയേഴ്സ് ആണ് വഹിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം. പക്ഷേ ഇതെല്ലാം തെറ്റിച്ചിട്ട് ഫീസായിട്ടും അല്ലാതെയും 10 മുതൽ 15 വരെയും അതിന് മുകളിലൊക്കെ ലക്ഷങ്ങളാണ് ഏജൻസികളും കെയർ ഹോമും കൂടെ കൂടിക്കൊണ്ട് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും വളരെയധികം കെയർ ഹോമുകളിലേക്ക് അന്വേഷണം വ്യാപിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. കാരണം അവർക്ക് ഇപ്പോൾ ഇത് തെളിവ് സഹിതം വെളിയിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ അന്വേഷണം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അന്വേഷണം രാജ്യവ്യാപകമായിട്ടുണ്ടാകുമെന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2022 മുതൽ ഇവിടെ 1,55,000 ആൾക്കാരാണ് ഹെൽത്ത് ആൻഡ് കെയർ വിസ വഴി ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവരെല്ലാവരും പണം നൽകിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അന്വേഷണം നടത്തുകയും ഇങ്ങനെ പണം വാങ്ങിച്ചിട്ടുള്ളവർക്കെതിരെ കർശനമായ നടപടികൾ എടുക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. പല കെയർ ഹോമുകളിലും CQCയുടെ അന്വേഷണത്തിൽ അവരുടെ കെയറുകൾക്ക് അല്ലെങ്കിൽ അവരുടെ റേറ്റിംഗ് ഇനാഡിക്കേറ്റ് നീഡ്സ് ഇംപ്രൂവ്മെന്റ് എന്നുള്ള റേറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. പല കെയർ ഹോമുകളും അവരുടെ നിരീക്ഷണത്തിലാണ്. പല കെയർ ഹോമുകളും അവരുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ പേരിൽ നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെയധികം കർശനമായ അന്വേഷണങ്ങളും നടപടികളുമാണ് തുടർന്ന് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ വളരെയധികം ചേഞ്ചസ് ആണ് UK ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ തൊഴിലാളികളെ ചൂഷണത്തിന് വിധേയരാക്കിയവരെ കണ്ടെത്തുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുക, ഇങ്ങനെയുള്ള നടപടികളിലേക്കാണ് ഹോം ഓഫീസും കർശനമായ നിയമ നടപടികൾ എടുക്കാനാണ് ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ ധാരാളം ചേഞ്ചസ് ആണ് ഇപ്പോൾ ഹെൽത്ത് ആൻഡ് കെയർ സെക്ടറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.